Dear friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് മെറ്റൽ കാർബണൈൽസ് ആണ്. മെറ്റൽ ബോണ്ടഡ് ടു കാർബണൈൽ ലിഗാൻഡ്. കാർബൺ മോണോക്സൈഡാണ് അവിടെ ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഓർഗാനോമെറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോകാർബൺ പാർട്ട് മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്യും. ഹൈഡ്രോകാർബണിലെ കാർബണാണ് മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്യുന്നത്. ഇവിടെ കാർബൺ മോണോക്സൈഡിൻ്റെ കാർബണാണ് മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്യുന്നത്. MC ബോണ്ട്. ഈ മെറ്റൽ കാർബണൈൽ കോംപ്ലക്സസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെ ഫിൽഡ് ഓർബിറ്റലിൽ നിന്നാണ് ഇലക്ട്രോൺസ് മെറ്റലിന് ഡൊണേറ്റ് ചെയ്യുന്നത്. ഇത് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ ഒരു എക്സ്പ്ലനേഷനാണ്. കാർബൺ മോണോക്സൈഡ് ഫോംസ് സിഗ്മ ബോണ്ട്. ഹിയർ ഓർബിറ്റൽ ഓവർലാപ്പ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെ ഒരു ഫിൽഡ് ഓർബിറ്റൽ ഒരു ലീനിയർ ഓവർലാപ്പ് വഴി മെറ്റലിൻ്റെ ഒരു എംപ്റ്റി ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം മെറ്റലിൻ്റെ ഒരു ഫിൽഡ് ഡി ഓർബിറ്റൽ കാർബൺ മോണോക്സൈഡിൻ്റെ ഒരു എംപ്റ്റി വേക്കൻറ്റ് ഓർബിറ്റൽ അതൊരു പൈ സ്റ്റാർ ഓർബിറ്റലായിരിക്കും, ഒരു ആൻറ്റിബോണ്ടിങ് ഓർബിറ്റലായിരിക്കും. അപ്പോൾ മെറ്റലിൻ്റെ ഒരു പൈ ഓർബിറ്റലിൽ നിന്ന്, പൈ എന്ന് വിളിക്കാൻ കാരണം അവർ ഒരു ലാറ്ററൽ ഓവർലാപ്പിങ്ങിൻ്റെ സിമെട്രിയിലാണ് വരുന്നത്. അപ്പോൾ ഒരു പൈ ടു പൈ സ്റ്റാർ മെറ്റലിൻ്റെ ഓർബിറ്റൽ ഇതിന് ഓർബിറ്റലുമായിട്ട് ലാറ്ററൽ ഓവർലാപ്പിങ്ങിൻ്റെ സിമെട്രി ഉള്ളതുകൊണ്ട് ഇത് ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. മെറ്റലിൻ്റെ ഒരു ഡീപ്പ് പൈ ഓർബിറ്റൽ പൈ സ്റ്റാർ ഓർബിറ്റലുമായിട്ട് ബാക്ക് ഡൊണേഷൻ നടക്കുകയാണ്. അപ്പോൾ കാർബൺ ടു മെറ്റൽ ഒരു കാർബണൈൽ ഗ്രൂപ്പ് ടു മെറ്റൽ സിഗ്മ ബോണ്ടും മെറ്റൽ ടു കാർബൺ മോണോക്സൈഡ് ഒരു പൈ ബോണ്ടുമാണ്. ഇതിനെ നമ്മൾ യൂഷ്വലി സൈനർജിക് ഇഫക്റ്റ് എന്നാണ് വിളിക്കുക. ഇവിടെ ഒരു ഇലക്ട്രോൺ ബാലൻസിങ് ഉണ്ട്. ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺ ഡൊണേഷൻ വഴി മെറ്റലിന് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ആ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ലിഗാൻഡിൻ്റെ വേക്കൻ്റ് ഓർബിറ്റിലേക്ക് ബാക്ക് ഡൊണേഷൻ നടക്കും. ഇത് ബാക്ക് ബോണ്ടിങ്ങിനും എക്സാമ്പിളാണ്, ബാക്ക് ബോണ്ടിങ്. അതുപോലെ തന്നെ സൈനർജിക് ഇഫക്റ്റ്. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽ കാർബണൈൽസ് ആണ്. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോണോ കാർബണൈൽസ് ആണ്. മോണോ കാർബണൈൽ ഇതിനകത്ത് ഒരു മെറ്റൽ മാത്രമേ കാണത്തുള്ളൂ. അതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മെറ്റൽ കാർബണൈൽസ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ നിക്കൽ കാർബണൈൽ, നിക്കൽ കാർബണൈൽ. സെക്കൻഡ് വൺ അയൺ കാർബണൈൽ. തേർഡ് വൺ ക്രോമിയം കാർബണൈൽ. ഇവിടെ നിങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിക്കൽ കാർബണൈൽ എന്ന് പറയുന്നത് ടെട്രാ കാർബണൈലാണ്. അയൺ കാർബണൈൽ പെൻറ്റാ കാർബണൈലാണ്. ക്രോമിയത്തിൻ്റെ കാർബണൈൽ വരുമ്പം ഒരു ഹെക്സാ കാർബണൈലാണ്. ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കും, വൈൽ നിക്കൽ ഫോംസ് എ ടെട്രാ കാർബണൈൽ, അയൺ ഫോംസ് എ പെൻറ്റാ കാർബണൈൽ, വൈ? ഇത് നമുക്ക് ഇങ്ങനെയും ചോദിക്കാം. അയൺ ഫോംസ് എ പെൻറ്റാ കാർബണൈൽ വേറാസ് ക്രോമിയം ഫോംസ് എ ഹെക്സാ കാർബണൈൽ, വൈ? ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ചോദിക്കാം. ഇതല്ലെങ്കിൽ ഇത് 3ൻ്റെ ബോണ്ടിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ റീസൺ. ഇതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു പ്രത്യേക റൂള്. അതിന് പേര് EAN റൂൾ എന്നാണ്. EAN റൂള് ഇഫക്റ്റീവ്. E സ്റ്റാൻഡ്സ് ഫോർ ഇഫക്റ്റീവ്, A സ്റ്റാൻഡ്സ് ഫോർ അറ്റമിക്, N നമ്പർ റൂൾ. സോ ഇഫക്റ്റീവ് അറ്റമിക് നമ്പർ റൂൾ ഓർ EAN റൂൾ. അതായത് ഈ ഓരോ മെറ്റൽ ആറ്റത്തെയും നമ്മൾ കൺസിഡർ ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് 3D സീരീസിലുള്ള എലമെൻറ്റ്സാണ് 3ഉം. അത് പരിചയമുണ്ട്. ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതി നോക്കിയിട്ടുള്ളതാണ്. ക്രോമിയത്തിനും കോപ്പറിനും പ്രത്യേക ഇലക്ട്രോൺ കോൺഫിഗറേഷനുണ്ട്. അങ്ങനെ ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് D4 സ്ട്രക്ചറാണ് വരുന്നത്. അതുകൊണ്ട് അത് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് D5 ആവും. എനിവേ ക്രോമിയം അറ്റമിക് നമ്പർ 24 ആണ്. ക്രോമിയത്തിൻ്റെ അറ്റമിക് നമ്പർ എന്ന് പറയുന്നത് 24. അയണിൻ്റേത് 26, നിക്കലിൻ്റേത് 28. 24, 26, 28.
ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ടെട്രാ കാർബണൈൽ, ഇത് പെൻറ്റാ കാർബണൈൽ, ഇത് ഹെക്സാ കാർബണൈൽ ഫോം ചെയ്തിരിക്കുന്നത്? EAN റൂൾ പറയുന്നത് ഇതിൻ്റെ കോംപ്ലക്സേഷൻ, ഈ കാർബണൈൽ കോംപ്ലക്സ്, അതുപോലെ തന്നെ ഈ കോംപ്ലക്സേഷൻ തന്നെ ഇതാണ് ബേസ്. EAN റൂൾ അതായത് ഈ എലമെൻറ്റ് ഏത് സീരീസിലാണോ അതിൻ്റെ നിയറസ്റ്റ് ഇനേർട്ട് ഗ്യാസ്. അപ്പോൾ ഈ 3D സീരീസിൻ്റെ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് ലാസ്റ്റ് 0 ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്കും അത് ക്രിപ്റ്റോൺ ആണ്. ക്രിപ്റ്റോൺ വിത്ത് അറ്റമിക് നമ്പർ 36. അപ്പോൾ ഈ ക്രിപ്റ്റോണിൻ്റെ 36 എന്ന് പറയുന്നതാണ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ. നമ്മൾ ലീവ്സ് ഒക്ടേറ്റ് സ്ട്രക്ചറൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്യണമെന്നുള്ളത്. ഇവിടെ ക്രിപ്റ്റോണിൻ്റെ 36, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, 18 ഇലക്ട്രോൺ റൂൾ എന്ന് പറയും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് വരിക എന്നുള്ളത് തന്നെയാണ് 18 ഇലക്ട്രോൺ റൂൾ ഓർ EAN റൂൾ എന്നാണ് പറയുക. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ നോക്കുമ്പോൾ ടോട്ടൽ 18 ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് എളുപ്പം ഇവിടെ ഈ 36 പറയാനായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, 28 ഉള്ള നിക്കലിന് ഒരു 8 ഇലക്ട്രോൺസ് കൂടെ കിട്ടിയാൽ 36 ആവും. ഒരു കാർബണൈൽ ഗ്രൂപ്പ് കൊടുക്കുന്നത് ഒരു ഇലക്ട്രോൺ പെയറാണ്, 2 ഇലക്ട്രോൺസ്. അപ്പോൾ 28 + 8 36. ഇവിടെ വന്നിട്ട് 5 CO ഗ്രൂപ്പ് 10 ഇലക്ട്രോൺസ് കൊടുക്കുമ്പം അതും 36 ആയി. ഇവിടെ വന്നിട്ട് 24 × 12 അതും 36 ആയി. അങ്ങനെ ഈ ഫോർമേഷനിലൂടെ ടെട്രാ കാർബണൈൽ, പെൻറ്റാ കാർബണൈൽ, ഹെക്സാ കാർബണൈൽ ഫോർമേഷനിലൂടെ നിക്കലിനും അയണിനും ക്രോമിയത്തിനും അതിൻ്റെ നിയറസ്റ്റ് ഇനേർട്ട് ഗ്യാസായ ക്രിപ്റ്റോണിൻ്റെ 36 എന്നുള്ള ഇലക്ട്രോൺ അറ്റൈൻ ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം. അടുത്തതായിട്ട് നമ്മൾ ഒരു പോളിന്യൂക്ലിയർ കാർബണൈൽ കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളായിട്ട് ഒരു ബൈന്യൂക്ലിയർ കാർബണൈൽ കോമ്പൗണ്ടാണ് പഠിക്കുന്നത്. ബൈന്യൂക്ലിയർ അത് അയണിൻ്റെ Fe2CO9 ആണ് അതിൻ്റെ ഫോർമുല. ഇതും നമുക്ക് EAN റൂൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ അത് നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ നമ്മൾ ഇതിൻ്റെ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 9 CO ഗ്രൂപ്പാണുള്ളത്, 2 അയൺ. ഇവിടെ ഉള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് 2 Fe, ഓരോ Feയിലും 3 CO ഗ്രൂപ്പ്, 3 CO ലിഗാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 6 ലിഗാൻഡ്സ് എടുത്തു. ഇനി 3 ലിഗാൻഡ്സാണ് ബാക്കി വരുന്നത്. അവിടെ CO ബ്രിഡ്ജിങ് ആണ് വരുന്നത്. CO ബ്രിഡ്ജിങ് ബിറ്റ്വീൻ 2 അയൺ ആറ്റംസ്. ഇത് ഒരു ബൈന്യൂക്ലിയർ കാർബൺ. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ മെറ്റൽ അയോൺസ് വരുന്ന ഇതുപോലെയുള്ള കാർബണൈൽസ് ഉണ്ട്. അതിനെ മോർ ദാൻ 2 വരുമ്പോൾ ട്രൈന്യൂക്ലിയർ, ഇങ്ങനെ പോയിട്ട് പോളിന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ് എന്നും പറയും. ക്ലസ്റ്റേഴ്സായിട്ട് വരും. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.